നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഇവിടെയുള്ളവരൊക്കെ വനവാസികളാണോ? ഐ മീൻ ആദിവാസികൾ? എന്തായാലും ഇങ്ങനൊരു സ്ഥലത്താണ് നിന്റെ വീടെങ്കിലേ നിന്നെ പോലീസ് കണ്ടുപിടിക്കേയില്ല. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത്. പതിയെ പതിയെ പോ. ഇവിടെ ഈ റോഡേ കുറച്ച് പ്രശ്നമാ. സൂക്ഷിച്ചു പോണേ. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഒന്ന് എഴുന്നേക്ക്. എനിക്ക് ശ്വാസം മുട്ടുന്നു. എഴുന്നേക്കോ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക്. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നേ. എനിക്ക് ഞാൻ പിടിക്കാം. എഴുന്നേക്ക്. വല്ലതും പറ്റിയോ? താൻ ഓക്കെയാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് എന്റെ പുറത്തൂടെ അല്ലേ താൻ വന്ന് വീണ്. പിന്നെ എങ്ങനെ കുഴപ്പം വരാനാ? എന്തൊരു വെയിറ്റാണോ എനിക്ക്. പോടാ, കളിയാക്കാതെ. ഈ കുഴിയിൽ വന്ന് വീണിട്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കയ്യും കാലും ഒന്നും ഒടിഞ്ഞില്ലല്ലോ. അതെ, ഇവിടുന്ന് എങ്ങനെ മുകളിൽ കയറും? എന്റെ സ്കൂട്ടർ. നമ്മൾ എങ്ങനെ മുകളിൽ കയറും? അതേപ്പറ്റിയാ ഞാൻ ആലോചിക്കുന്ന. എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് മുകളിൽ കയറാൻ പറ്റില്ലേ? ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങൾ പോലീസ് പൊക്കിയില്ലേ? എന്നെ പൊക്കിയൊന്നുമില്ല. ഇവനെ പോലീസ് പൊക്കിയത്. ഞാൻ വെറുതെ എന്റെ കൂടെ പോയത്. അത് പോലീസിന് ആള് മാറിപ്പോയതാ. അവിടെ ചെന്നപ്പോഴാ അറിയുന്നത് ആള് ഞാനല്ല ഇവനാണെന്ന്. നിങ്ങളെ എന്തിനാ പോലീസ് പിടിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണ്ട. 5 സുന്ദരികളെയും കൊണ്ട് ഞങ്ങളുടെ വാർഡൻ അവിടെ വന്നല്ലോ. അവിടെ എന്താ നടന്നെന്നാ ഞങ്ങൾക്ക് അറിയണ്ട. അത് അവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും അറിയില്ലേ? ആ 5 സുന്ദരികളുടെ വേറൊരു കാര്യം ഞങ്ങൾക്ക് അറിയാം. അതെന്താ? ഞങ്ങളെ പോലീസ് പൊക്കാനുള്ള കാര്യം തന്നെ ആ 5 സുന്ദരികളാ. അവരെ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എപ്പോ? ഏത് പെൺകുട്ടി? പെൺകുട്ടി ആരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതറിയാൻ ശ്രമിച്ചേനാ പിങ്ക് പോലീസ് നമ്മളെ തൂക്കിയത്. ഇത് ശരിയാണോ? 150% ശരിയാ. അവരവിടെ പെൺകുട്ടിയുമായി വന്നതേ അവളെ ഒരാൾക്കൊപ്പം ബസ് കയറ്റി വിടാനായിരുന്നു. എന്ന് വെച്ചാ രഹസ്യമായൊരു ഒളിച്ചോട്ടം. അതെ, അതാ നിങ്ങളുടെ ഹോസ്റ്റലിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമായ കാര്യമാണ്. അവരുടെ വണ്ടിയിൽ അവരെ കൂടാതെ വേറൊരു പെണ്ണുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാ. പിന്നീട് ആ പെണ്ണ് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് അവരുടെ കൂടെയുമില്ല. അപ്പോ ആ 5 സുന്ദരികൾ ആ പെണ്ണിനെ കടത്തിയതല്ലേ? അല്ലേ? ഞങ്ങൾ ഇക്കാര്യം നിങ്ങളുടെ ഹിറ്റ്ലർ അമ്മയോട് പറഞ്ഞപ്പോ അവര് വിശ്വസിച്ചില്ല. അല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് നോക്ക്. അവിടെ ഒരു പെൺകുട്ടിയുടെ കുറവ് കാണും. അയ്യോ, വേണം പോണാ. നിങ്ങളുടെ നമ്പർ തന്നാലേ ചാറ്റില് വരാം. വേണ്ട, നമ്പര് വേണ്ട.